ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവും എൻ്റെ മോനും മരിച്ച് എനിക്ക് അമ്മ ഇത്രയും സന്തോഷം. ഇപ്പം എല്ലാവരും പറഞ്ഞ് ഞാൻ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ശക്തിയാണ്. ഞാൻ എവിടെ നിന്ന് എത്ര രാവിലെ ഞാൻ അവിടെ വന്ന് നാമം ചെല്ലണമെന്നുള്ളതാണ്. അമ്മ എന്ന് വിളിച്ച വിളിയാക്കണം അമ്മയാണത്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രം. ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വ്യത്യസ്തത പുലർത്തുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരു നാടിൻ്റെ തന്നെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയ ഈ കഥ ഇവിടുത്തെക്കാർക്ക് കാണാപ്പാഠമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്ന ഈ ക്ഷേത്രത്തിലെ ആചാരത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും കൂടുതലറിയാം. ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമായ വെള്ളനാട് ക്ഷേത്രം കേരളത്തിലെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഈ അപൂർവത സാക്ഷ്യം വഹിക്കുന്ന ഒട്ടനവധി ഉദാഹരണങ്ങൾ ക്ഷേത്ര പരിസരത്ത് തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പണ്ട് വള്ളുവനാട്ടിൽ നിന്ന് കൂട്ടമായി വന്ന് താമസിച്ച ജനസമൂഹത്തിൻ്റെ ആവാസ സ്ഥലം എന്ന രീതിയിൽ വെള്ളനാട് എന്ന സ്ഥലനാമം ഈ ദേശത്തിന് ലഭിച്ചു എന്നതാണ് ഐതിഹ്യം. വളരെയേറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ പീഠവും വാളും ചിലമ്പും വെച്ച് പൂജ കഴിച്ചിരുന്ന ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരനായ കാരണവർക്കുണ്ടായ ഒരു സ്വപ്ന ദർശനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം. തിരുവനന്തപുരം ജില്ലയിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് അവിടെ പൂജകളൊന്നും മുടങ്ങിക്കിടന്ന ഒരു വിഗ്രഹം ഇവിടെ ഈ നാട്ടിലെ വെള്ളനാട്ടിലെ ഒരാൾക്ക് സ്വപ്ന ദർശനം നൽകുകയുണ്ടായി. അങ്ങനെ പൂജകൾ മുടങ്ങിക്കിടന്ന ആ വിഗ്രഹത്തെ വെള്ളനാട്ട് എത്തിക്കുകയും അവിടെ നിന്നാണ് ഈ ക്ഷേത്രത്തിലെ ഇപ്പോൾ കാണുന്ന മുടിപ്പരയായി മാറിയത്. ഇന്ന് ദിവസവും പൂജ നടന്നു വരുന്നു. ഐതിഹ്യവും വിശ്വാസവും ഇഴചേർന്ന ആചാര അനുഷ്ഠാന രീതികളും ഇവിടുത്തെ സവിശേഷതയാണ്. തോറ്റമ്പാട്ടും തൂക്കവും പൊങ്കാലയും നാരങ്ങ വിളക്കും പളനേറ്റുമെല്ലാം ആചരിച്ചു വരുന്ന പ്രധാന ചടങ്ങുകളും. വെള്ളനാട് ശ്രീ ഭഗവതിയുടെ ഓട്ടം, തൂക്കം, താലപ്പൊലി, മറണേറ്റ്, പൊങ്കാല പ്രധാന ചടങ്ങുകളാണ്. 10 വർഷം വരെ 1008 നമസ്കാരം പൂർത്തിയാക്കി തൂക്കവില്ലിൽ കയറുന്നതാണ് ആചാരം. മുൻകാലങ്ങളിൽ ഏതാണ്ട് 400-ൽ പരം തൂക്കം നേർച്ചക്കാർ വന്നുകൊണ്ടിരുന്നു. കോവിഡിന് ശേഷം ആ എണ്ണം കുറഞ്ഞു വരികയും ഇപ്പോൾ ഏതാണ്ട് 200ഓളം പേരാണ് എത്തിയിട്ടുള്ളത്. ഇനിയും ആൾക്കാർ വരും, നേർച്ചക്കാർ എത്തുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് തൂക്കം. വർഷങ്ങളായി കുഞ്ഞുങ്ങൾ ലഭിക്കാതെ വരുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിച്ച് വെള്ളനാടൻ അമ്മയെ വന്ന് പ്രാർത്ഥിച്ചാൽ അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുന്ന ഒരു ഇതാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞുങ്ങളെയാണ് തൂക്ക നേർച്ചയായി ഇവിടെ നടത്തുന്നത്. ഇവിടുത്തെ ദേവത പുറത്തെഴുന്നള്ളി ഈ ദേശത്തെ പരിസരത്തുള്ള എല്ലാ പൊതുപെരകളിലും അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ദർശനം കൊടുത്തതിന് ശേഷം തിരിച്ച് കളങ്കാവലോടുകൂടി ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിൽ തിരിച്ചെത്താറുണ്ട്. അതിന് ശേഷമാണ് പറണേറ്റ് എന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ പ്രധാനമായി നടന്നു വരുന്നത്. ഈ പറണേറ്റ് കാണുന്നതിന് വേണ്ടി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ഏതാനും പ്രദേശത്തുള്ള ആൾക്കാർ ഈ ചടങ്ങ് കാണുന്നതിനും അത് കണ്ട് സായുജ്യം അടയുന്നതിനും വേണ്ടി എത്താറുണ്ട്. അത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. കണ്ണകി ചരിതം പാടി ദേവിയെ ഉണർത്തുകയാണ് തോറ്റംപാട്ടിലൂടെ. തോറ്റംപാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ച് ഈ ക്ഷേത്രത്തിൽ കൂടിയിരുത്തിയാണ് തോറ്റംപാട്ട് ആരംഭിക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് ചടങ്ങുകൾ വെറൈറ്റി ചടങ്ങുകളൊക്കെ വരും. അത് മാലപ്പുറം പാട്ട്, കൊന്നുതോറ്റ് പാട്ട്, ബാക്കി ചടങ്ങുകളെല്ലാം ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ദേവിക്ക് തോറ്റംപാട്ടാണ് ദേവിയുടെ പ്രധാന ചടങ്ങ്. ആ ചടങ്ങെന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയണമെങ്കിൽ
വിളിച്ച് കുടിയിരുത്തുമ്പോൾ തന്നെ ആ ദേവിയുടെ ചൈതന്യം ഇവിടെ ഉണ്ടാകും. ആചാര രീതിയല്ലെങ്കിലും അന്നദാനത്തിനുമുണ്ട് ഏറെ സവിശേഷത. 10ാം ഉത്സവം വരെ അന്നദാനമുണ്ട്. അത് 1ാം ഉത്സവം വരെ 9, 7ാം ഉത്സവം അന്നദാനം ഇല്ലാതെ ദേവിയുടെ ദാരിദ്ര്യ വിഗ്രഹം കഴിഞ്ഞ് ആ ഒരു ദിവസം മാത്രമില്ലാതെ എല്ലാ ദിവസവും അന്നദാനത്തിന് ഇവിടെ എല്ലാവരും വർഷങ്ങളോളം ക്യൂ ആണ്. ഇവിടെ പട്ടാള എക്സ് സർവീസുകാരും ആർമിക്കാരും ഗൾഫിൽ ആർമി കേരളത്തിൽ ഇവിടെ ഓണവും ഉത്രാടവും അല്ല വെള്ളനാട്ടത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കണം. ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലും എവിടെ പോയിട്ടുണ്ടോ അവരെല്ലാം ഓണത്തിനും ഒന്നുമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളനാട്ടമ്മയുടെ ഉത്സവമാണ്. വെള്ളനാട് ക്ഷേത്രത്തിലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് മാതൃസമിതി. അപ്പോൾ ഉത്സവവുമായി ബന്ധപ്പെട്ട് 7ാം നാളത്തെ അന്നദാനം നൽകുകയാണ്. എന്തായാലും അന്നദാനത്തെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ചടങ്ങുകളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങൾ 10 ദിവസത്തെ ഉത്സവത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ സമർപ്പണമായിട്ട് ഞങ്ങൾ അന്നത്തെ രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തതും രാത്രിയും ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഞങ്ങൾ അന്നത്തെ അന്നദാനം ഞങ്ങളാണ് അത് സംഭാവനയായിട്ട് ചെയ്യുന്നത്. അതിന് ഇന്ന് ഞങ്ങൾ 4ാമത്തെ ഉത്സവമാണ്. ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ആ പൈസ എല്ലാം കൂടെ എല്ലാ മാതൃസമിതികളും ചേർന്നുകൊണ്ട് ഇവിടെ സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ 10 ദിവസവും ഞങ്ങളിവിടെ നല്ല സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കാത്തിട്ട് കിട്ടുന്നതാണ്. കാരണം എല്ലാ പേരും കാണാനും നല്ല പ്രവർത്തനത്തിനും എല്ലാവരും ഐക്യമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ ഉത്സവം ആഘോഷിക്കുന്നത്. അത് ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെയാണ് ഞങ്ങളുടെ ഉത്സവം. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാതൃസമിതിയുടെ സെക്രട്ടറി. 62 ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത്രയും പൈസ ഞങ്ങൾ കളക്ട് ചെയ്തത്. ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ അതാണ് ഈ ഉത്സവം. വളരെ സന്തോഷം നിറഞ്ഞ ഇത് ഗൾഫ് നാടുകളിലുള്ളവരെല്ലാം ഈ വെള്ളനാട് നിവാസികളുണ്ട്. പല രാജ്യങ്ങളിലും അവർ ജോലിക്ക് വേണ്ടി പോയവരുണ്ട്. എല്ലാവരും തന്നെ ഈ ഉത്സവ സമയത്ത് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ എത്താറുണ്ട്. പിന്നെ അവർ തന്നെ നമുക്ക് പൈസയൊക്കെ അമ്പലത്തിലോട്ട് അയക്കാറുമുണ്ട്. പ്രവാസികളൊക്കെ ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട്. ആധ്യാത്മിക ക്ലാസ്സിലൂടെ നടത്തുന്നുണ്ട് മാതൃസമിതി. എന്നിട്ട് ഞങ്ങൾ ഉത്സവ സമയം ആകുമ്പോഴത്തേക്ക് 10 ദിവസവും രാവിലെ ഇവിടുത്തെ പൂജ കഴിഞ്ഞതിന് ശേഷം ലളിതാ സഹസ്രനാമ പാരായണം നടത്തുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ ഗീതാ ക്ലാസ് നടത്തുന്നുണ്ട്. അത് കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ മാതൃസമിതിയിലെ അമ്മമാരും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പഠന ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഉത്സവ സമയത്ത് അതിൻ്റെ സമർപ്പണം നടത്തുന്നതാണ്. അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളുടെ ആധ്യാത്മിക ക്ലാസ്. അതുകൊണ്ട് ആൾ ഓരോ വർഷം കഴിയുന്തോറും കൂടിയാണ് അത് വരുന്നത്. കൊടിയേറ്റ് കഴിഞ്ഞ 10 ദിവസക്കാലത്തോളം പിന്നെ ഉത്സവ ചൂടാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്കും പരമഭക്തരായ ദേവീദാസന്മാർക്കും മാതൃവാത്സല്യം അമ്മ നൽകുന്നു എന്നതാണ് സങ്കല്പം. ഇഷ്ടകാര്യലബ്ധിയും അനുഗ്രഹവും നേടിയവർ നിരവധിയാണ്. ഭരണി നാളിന് അമ്മയുടെ നക്ഷത്രമുണ്ട്. ഭരണി നാൾ അഖണ്ഡനാമം അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ആ നാമം എല്ലാ മാസവും ഭരണി നക്ഷത്രത്തിൽ എല്ലാവരുമായിട്ട് ചൊല്ലും. ഇവിടെ നാമജപമുണ്ട്. അന്ന് അന്നദാനം ഇവിടെ നടത്തും. വൈകുന്നേരം 6 മണി വരെ. രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 6 മണി വരെ. എനിക്കതേ ഉള്ളൂ അമ്മ പറയാൻ. ഞാൻ ശരിക്കും വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവും എൻ്റെ മോനും മരിച്ച് ഇവിടെ വന്ന് എനിക്ക് അമ്മ ഇത്രയും സന്തോഷം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഞാൻ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ശക്തിയാണ്. ഞാൻ എവിടെ നിന്നും എത്ര രാവിലെ ഞാൻ ഇവിടെ വന്ന് നാമം ചെല്ലണമെന്നുള്ളതാണ്. അമ്മ എന്ന് വിളിച്ചാൽ വിളിയാക്കണം അമ്മയാണത്. 76 വയസ്സ് തികയാൻ പോണവളാണ് ഞാൻ. എനിക്ക് ഇത്രയും ശക്തി തന്നെ ഇവിടുത്തെ വെള്ളനാട്ട അമ്മയാണ്. വഴിപാടെന്ന് വെച്ചാൽ ഞാൻ അഖണ്ഡ നാമത്തിന് വരും. പിന്നെ വർഷത്തിലൊരിക്കൽ എന്നെ കൊണ്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ ഗണപതി ഹോമത്തിന് കൊടുത്ത്, കഴിഞ്ഞതിന് ഭഗവതി സേവയ്ക്ക് കൊടുത്ത്, അതിൻ്റെ മുമ്പേ ഇതിന് ഞാൻ കുങ്കുമാഭിഷേകത്തിന് കൊടുത്ത്, പിന്നെ എന്ന് രാവിലെ അവിടെ എന്നെ എത്തിക്കും. ഇന്നലെ 12:30 മണിയായിട്ടാണ് കിടന്നത്. ഞങ്ങളുടെ നാട്ടിൽ എഴുന്നള്ളിപ്പായിരുന്നു. കറക്റ്റ് എന്നെ 5 മണിക്ക് ഉണർത്തി. 7 മണിക്ക് ഒരു ബസ്സുള്ളൂ. അതിന് ഞാൻ ഇവിടെ എത്തും. ഇവിടെ വന്നതിന് ശേഷമാണ്
ഇവിടുത്തെ അമ്മയെ എഴുന്നള്ളിച്ചുകൊണ്ട് പോകണം വെളിയിൽ. അതിനൊക്കെ എനിക്ക് അമ്മ ഒരു ഭാഗ്യം തരെയാണ്. അതാണ് ഏറ്റവും വലുത്. എനിക്ക് വരാൻ പറ്റുന്നല്ല, കഴിവത് നമ്മൾ സഹായിക്കുക. കാര്യങ്ങൾക്ക് എല്ലാം അമ്മ സഹായിക്കുന്നുണ്ട്. വിളി കേൾക്കും. നമ്മൾ സങ്കടപ്പെട്ട് എന്ത് പറഞ്ഞായിരുന്നാലും നമുക്ക് സാധിച്ചു കിട്ടും. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ M5 ന്യൂസ്, തിരുവനന്തപുരം.